സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ദിനം ഉണ്ടായത് എന്തിനായിരിക്കും ആരെയും ചിന്തിച്ചിട്ടുണ്ടാവും. അതായത് നമുക്ക് കുറച്ച് അവകാശങ്ങളാണ്. നമ്മളിപ്പോ വീട്ടിലെ പണിയാണെങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലാവരും പറയും വീട്ടിലെ പണിക്ക് എന്താ ഒരു പണിയില്ല, എന്താ വീട്ടിലെ പണി അത്ര ചെറുതാണോ? അങ്ങനെ അമ്മമാർക്ക് ആരോഗ്യം തോന്നുന്നുണ്ടോ? വീട്ടിലെ പണി അത്ര ചെറുതാണോ? ഒരിക്കലല്ലോ. ഏറ്റവും വലിയൊരു പണിയാണ് വീട്ടിലെ പണി. പക്ഷെ എന്തില്ല, കൂലില്ല. പക്ഷെ എന്നാലും നമ്മൾ ആത്മാർത്ഥമായിട്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ ഒരു സ്ത്രീ വേണം, അല്ലേ? ആ വീട് കുടുംബനാഥയാണ്. പഴയകാലത്ത് എന്തായാലും കുടുംബനാഥ പേരായിരിക്കും. അപ്പോഴെന്താണ് അത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ മുന്നിലേക്ക് വരുന്നത്. അതായത് സ്ത്രീകളുടെ അവകാശങ്ങളും സ്ത്രീകൾക്ക് സമത്വം വേണം, സ്ത്രീകൾക്ക് പുരോഗതി വേണം. ഇത്രയും കാര്യങ്ങൾ സ്ത്രീകൾക്ക് മുന്നോട്ട് നയിക്കാനുള്ള ഒരു പ്രചോദനമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാർച്ച് 8 ലോക വനിതാ ദിനമായിട്ട് നമ്മൾ ആരംഭിക്കുന്നത്. നമ്മുടെ മുന്നിൽ കുറേ വനിതകളുണ്ട്. നമുക്ക് സ്ത്രീ സമൂഹത്തിൽ തന്നെ നമുക്ക് ലോകത്തിൽ തന്നെ ചരിത്രം ഉണ്ടാക്കിയ കുറേ വനിതകളുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് മദർ തെരേസ. അറിയോ മദർ തെരേസ? കേട്ടിട്ടില്ല. മദർ തെരേസ എന്തിന് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച വ്യക്തിയാണ് മദർ തെരേസ. അപ്പോ പിന്നെ അതേപോലെ നമ്മളിപ്പോ ഞാനൊരു നേഴ്സാണ്. ഈ നേഴ്സിന്റെ ഏറ്റവും ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന് പറഞ്ഞൊരു വനിതയാണ് ഈ നേഴ്സിന്റെ ഉപജ്ഞാതാവ്. വിളക്ക് കൈവശം നേടിയ വനിത എന്നാണ് ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ എല്ലാവരും പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഇങ്ങനെ ഒരു നേഴ്സിംഗിന്റെ ഒരു വിഭാഗം തുടങ്ങിയത് കൊണ്ട് അവർ വീടുകളിൽ പോയിട്ട് കുഷ്ഠരോഗികളെയൊക്കെ പരിചരിച്ചിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചൊരു വ്യക്തിയാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. അപ്പൊ ഇത് ചെറിയ 2 ഉദാഹരണങ്ങൾ മാത്രം. അവരൊക്കെ ചരിത്രം തന്നെ എഴുതി. അതായത് ഒരു വനിത ആയതുകൊണ്ട് അവരൊന്നും പിന്നിൽ അല്ല എന്നുള്ളത് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്ത 2 വനിതകളാണ്. ഞാൻ കൂടുതൽ പറയുന്നത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മുടെ മെച്ചൂർഡായിട്ട് ഇനിയുള്ള തലമുറയെ നമ്മളെ പോലുള്ളവര് നന്നാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഗ്യാരണ്ടി പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് പഴയ തൽക്കാലം കഴിക്കാം. നമ്മളെ 10 പോലെ ഇരിക്കുന്നു. പിന്നെ ഇപ്പൊ മക്കൾക്ക് അമ്മ പുറത്തും നോമ്പൊന്നുമില്ല. 1 2 ഉള്ളൂ. കാര്യമാക്കിയിരിക്കുക. ആ കുട്ടികളെ നമ്മൾ ഒരിക്കലും 2 പേരെയും കൂടിയിട്ട് താരതമ്യപ്പെടുത്തരുത്. ഒരു കുട്ടി ഒരേപോലെ മറ്റേ കുട്ടി വേറെ പോലെ ആയിരിക്കും. ഇതെല്ലാം എല്ലാം കോമ്പൻസേറ്റ് കൊണ്ടുള്ള ഒരു അമ്മമ്മയോ ഒരു അച്ഛമ്മയോ വീട്ടിലെത്തിയില്ലേ കുട്ടികളോട് എവിടെയും വഴിപഠിക്കില്ല. വഴിപഠിക്കാത്ത ഒരു കുട്ടികളുടെ ലോകം ഞാനൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്നാലും വലിയൊരു നോക്കാണ്. നല്ല കുട്ടികളെ ലോകം മുഴുവൻ സ്നേഹിക്കാൻ അറിയുന്ന കുട്ടികൾ. അതുകൊണ്ട് എല്ലാവർക്കും വനിതാ ദിനം ആശംസിക്കുന്നു. ഇന്നൊരു ദിവസം നമ്മളെ ദിവസമായിട്ടാണ്. ഒരു ദിവസമല്ല, രാവിലെ കിട്ടുന്ന രാത്രി ദിവസം തന്നെ. ഇതിപ്പോ പണ്ടത്തെ പോലെയൊന്നും ഇത് വഴി പെണ്ണുങ്ങൾക്ക് മറ്റേ വഴി ആളുകൾക്കൊന്നുമില്ല. പിന്നെ നമ്മളെ ആൺകുട്ടികളെ നമ്മൾ പറഞ്ഞു വളർത്തണം. അടുത്ത വഴി അതിനെ സഹായിക്കണം. ബാക്കി എല്ലാ ഭക്ഷണവും ആൺകുട്ടികളും പെൺകുട്ടികൾക്കും തുല്യത വെച്ചാല് ഒരു കേസ് കൊടുക്കുന്നില്ല. ഈ എല്ലാവർക്കും അവകാശങ്ങൾ നേടിയെടുക്കാത്ത ലക്ഷ്മി പറഞ്ഞു നമുക്ക് എന്താ അവകാശമില്ല. ലക്ഷ്മി ഞാൻ കാണാൻ തുടങ്ങിയപ്പോ ഒറ്റയ്ക്ക് വീട്ടിലോട്ട് ലക്ഷ്മി ട്രെയിനിൽ പോയത് കാര്യത്തിൽ വന്നില്ലേ. ലക്ഷ്മിയുടെ ഭർത്താവ് പറഞ്ഞില്ലല്ലോ ലക്ഷ്മി പോകരുത്. അതേപോലെ നമ്മൾ നല്ല നിലയിലുള്ള ആരും നമ്മളെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യേ നമ്മളെ കുഴപ്പമൊന്നും ചെയ്യില്ല. അതുകൊണ്ട് മച്ച് മോർ ഹാപ്പി ഹ്യൂമൻസ് ഡേ. അതേസമയത്ത് നമ്മൾ ചെയ്യുന്നതെല്ലാം പ്രാർത്ഥനയില്ല. എല്ലാ തലങ്ങളിൽ ലോകമാകുമ്പോൾ നല്ലവരും പ്രവർത്തിക്കണം. ഇന്ന് വളരെ ജനമാണ് സ്ത്രീ എന്നുള്ളത് ലോകം പ്രകൃതി എന്ന് പറഞ്ഞാൽ വളരെ സ്ത്രീയാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകൃതി അമ്മയാണ്. അമ്മ ഇല്ലെങ്കിൽ ലോകമില്ല.
ഇങ്ങനെയാണ് ലോകം അല്ലേ? മനുഷ്യന്റെ മാത്രമല്ല ഈശ്വരന്റെ സൃഷ്ടിയിലുള്ള എല്ലാവരും പ്രകൃതി അനുസൃതമായ പോകണമെങ്കിൽ ജന്തുക്കളോ മനുഷ്യന് എല്ലാ പലതാണ് കൂടുതലായ ഇന്ന് അനൂപമായി വന്നില്ല. ഇത് ഉത്തരവാദിത്തം വന്നതിന്റെ സഹായം 2 വർഷം ഒന്നും കിഴക്കിലോ ആളുകളെ അവരുടെ അധികം ഇത് കുറച്ചുകൂടെ ഓഹരികളാണ് നോക്കുകയാണെങ്കിൽ അതിന് 1 മാസത്തെ അവസരം കാണുന്നത്. അതിനേക്കാൾ കൂടുതൽ നേരം അതുകൊണ്ട് വീട്ടിലായിരുന്നു കാലം നമുക്ക്. പക്ഷേ കഴിയുന്നവരും നമ്മൾ കുട്ടികളെ പോകാനില്ല. നമ്മുടെ ലോകസ്ഥിതി മനസ്സിലാക്കിക്കൊള്ളു. ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ എല്ലാ ചുറ്റുപാടും നിലനിർത്താനുള്ള എല്ലാ ഘടകങ്ങളും വിശ്വസിച്ച് ധൈര്യമായിട്ട് കുട്ടികളെ പ്രോത്സാഹിക്കാൻ ചുറ്റുപാടും മറ്റു പോകാനായിരിക്കാൻ പറ്റുമോ? ആ ഒരു സാഹചര്യത്തിൽ കുട്ടികൾ വളരെ നല്ലത് കാണാൻ അതിനുവേണ്ടി പ്രോത്സാഹനം ചെയ്യുന്നതാണ് നമ്മൾ അമ്മമാരെ മാത്രം പറയുന്നത്. അമ്മ പ്രത്യേകിച്ച് അച്ഛന് ബാധ്യതകളെ കൊണ്ടുവന്നുള്ള ഇപ്പം പഴയ കാലത്ത് പോകുമ്പോൾ നമുക്ക് ധാരാളം